നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കൊതുക് കടിക്കുന്നത് ചോര കുടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഉറുമ്പ് കടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. പ്രകൃതി ഓരോ പ്രാണികൾക്കും അനുയോജ്യമായ വ്യത്യസ്തമായ പ്രതിരോധ രീതികൾ അവയുടെ ജീവിത രീതിയെയും പരിസ്ഥിതിയെയും ആശ്രയിച്ച് നൽകിയിട്ടുണ്ട്. അതിൽ കൊതുകുകളുടെ കാര്യം പരിശോധിച്ചാൽ എല്ലാ കൊതുകുകളും ചോര കുടിക്കില്ല. പെൺകൊതുകുകളാണ് ശരിക്കും ചോര കുടിക്കുന്നത്. കാരണം പെൺകൊതുകുകൾക്ക് അവയുടെ മുട്ടകൾ വികസിപ്പിക്കാൻ പ്രോട്ടീൻ ആവശ്യമാണ്. അത് ചോരയിൽ നിന്നാണ് ലഭിക്കുന്നത്. ആൺകൊതുകുകൾ പ്രധാനമായും ചെടികളുടെ രസം ആണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. അതുപോലെ ഉറുമ്പ് കടിക്കുന്നതിന്റെ ഉദ്ദേശം അല്പം വ്യത്യസ്തമാണ്. ഉറുമ്പുകൾ സാധാരണയായി കടിക്കുന്നത് സ്വയരക്ഷയ്ക്കായോ അല്ലെങ്കിൽ തങ്ങളുടെ കോളനിയെ സംരക്ഷിക്കാനോ ആണ്. ചില ഉറുമ്പുകൾ, ഉദാഹരണത്തിന് തീ ഉറുമ്പുകൾ, കടിക്കുമ്പോൾ വിഷം കുത്തിവെക്കാറുണ്ട്. ഇത് അവയ്ക്ക് ശത്രുക്കളെ അകറ്റാനോ ഭക്ഷണം പിടിച്ചെടുക്കാനോ സഹായിക്കുന്നു. അതായത് കൊതുക് കടി ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ ഉറുമ്പിന്റെ കടി കൂടുതലും പ്രതിരോധത്തിനോ ആക്രമണത്തിനോ വേണ്ടിയാണ്. ഉറുമ്പുകൾ എല്ലാവരെയും കടിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. എല്ലാ ഉറുമ്പുകളും എപ്പോഴും കടിക്കുന്നവയല്ല. അത് അവയുടെ ഇനം, സ്വഭാവം, സാഹചര്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ വീട്ടുറുമ്പുകൾ കടിക്കുന്നത് കുറവാണ്. അവ കൂടുതലും ഭക്ഷണം തേടുകയാണ് ചെയ്യുന്നത്. ഒരു ഉറുമ്പ് ആരെയെങ്കിലും കടിക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണയായി അവയുടെ പ്രദേശത്തേക്ക് ആരെങ്കിലും അടുത്തെത്തിയതായോ അവയെ ശല്യപ്പെടുത്തിയതായോ തോന്നുമ്പോഴാണ്. അതിനാൽ എല്ലാവരെയും കടിക്കുന്നു എന്നതിനേക്കാൾ തങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ അവ കടിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇനി മറ്റു ചില ജീവികളുടെ പ്രതിരോധ രീതിക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തേത് തേനീച്ചകൾ. തേനീച്ചകൾ കുത്തുകയാണ് ചെയ്യുന്നത്. അവയുടെ കൂടിനോ തങ്ങളുടെ രാജ്ഞിക്കോ ഭീഷണി വരുമ്പോൾ വിഷമടങ്ങിയ കുത്തുകൊണ്ട് ആക്രമിക്കുന്നു. ചിലപ്പോൾ കുത്ത് ലഭിക്കുന്ന മൃഗം അല്ലെങ്കിൽ വ്യക്തിയുടെ മരണത്തിന് തന്നെ കാരണമാകും. തുമ്പികൾ കടിക്കുകയോ കുത്തുകയോ ചെയ്യാറില്ല. അവയുടെ പ്രധാന പ്രതിരോധം അവയുടെ വേഗതയും ചടുലതയുമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അവ പറന്നുയരും. വണ്ടുകൾ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഭീഷണി അനുഭവപ്പെട്ടാൽ അവയുടെ ശരീരത്തിൽ നിന്ന് ചൂടുള്ള ദുർഗന്ധമുള്ള രാസപ്രവാഹം ശത്രുവിന് നേരെ തള്ളും. തേളുകൾ അവയുടെ വാലിലെ വിഷമുള്ള കുത്തുപയോഗിച്ച് ശത്രുക്കളെ തളർത്തുകയോ കൊല്ലുകയോ ചെയ്യുന്നു. പാറ്റകൾ കടിക്കുകയോ കുത്തുകയോ ചെയ്യാറില്ല. അവയുടെ പ്രതിരോധം ഓടിപ്പോകലും ഒളിക്കലുമാണ്. അവ വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും ഇരുട്ടിൽ മറയുകയും ചെയ്യും. ചിത്രശലഭങ്ങൾക്ക് ആക്രമണശേഷി കുറവാണ്. പക്ഷേ അവയുടെ ചിറകുകളിലെ നിറങ്ങൾ ഒരു പ്രതിരോധമായി പ്രവർത്തിക്കും. ചിലർ വിഷമുള്ളതാണെന്ന് തോന്നിക്കാൻ ശത്രുക്കളെ പറ്റിക്കുന്ന നിറങ്ങൾ ഉപയോഗിക്കുന്നു. പുൽച്ചാടികൾ ഭീഷണി വരുമ്പോൾ ഉയർന്നു ചാടി രക്ഷപ്പെടുന്നു. ചിലർ ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ പ്രാണിയും അതിന്റെ ശാരീരിക ഘടനയും പരിസ്ഥിതിയും അനുസരിച്ച് വ്യത്യസ്ത പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. കടിക്കുക, കുത്തുക, ചാടുക, ഓടുക എന്നിവ കൂടാതെ രാസപ്രവാഹം, വേഗത, നിറം, ശബ്ദം തുടങ്ങിയവ വഴി അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഓരോ പ്രാണികൾക്കും അനുയോജ്യമായ വ്യത്യസ്തമായ പ്രതിരോധ രീതികൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.